പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ബില്ലുകൾ പാസ്സാക്കുന്നില്ല ഞാൻ പറഞ്ഞു. സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം അതിനെ ചോദ്യം ചെയ്യുകയാണ്. ഇപ്പൊ കേരള സർവകലാശാല അടക്കമുള്ള സർവകലാശാലയുടെ സെനറ്റിലേക്ക് ആളിനെ നിയമിക്കുന്നതിന് നിയമാനുസൃതമായ നടപടിക്രമങ്ങളുണ്ട്. ഇതൊന്നും പാലിക്കാതെ ആരോ എന്ന് പറഞ്ഞാൽ RSS കൊടുത്ത ഒരു ലിസ്റ്റ് വെച്ച് സർവകലാശാലകൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള സംവിധാനത്തേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യുകയാണ്. ഒരു ഗവൺമെന്റിനെതിരായി ആ ഗവൺമെന്റ് തലവൻ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ആ ഗവൺമെന്റിന് ഭരണഘടനാപരമായി ആ ചുമതല നിർവഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ, ഈ ഗവൺമെന്റിന്റെ ആദ്യകാലം മുതൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഒരു പകുതി ഘട്ടം, അതായത് ഗവർണർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ BJP RSSന്റെ ഒത്താശയോട് കൂടി ആക്രമിക്കുകയാണ്. ഞാനതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്താണ് പ്രതിപക്ഷ നിലപാട്? ഇവിടെ ഗവർണറെ കരികൊടി കാണിച്ചതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഗവർണർ എന്താണ്, ജനാധിപത്യത്തിൽ സമരത്തിന് അതീതനാണോ? ഇവിടെ നവകേരള യാത്ര ആരംഭിക്കുമ്പോൾ കരികൊടി കാണിച്ചല്ലോ, ഇപ്പോഴും കാണിക്കുന്നുണ്ടല്ലോ. ഞങ്ങളാരും കരികൊടി പ്രകടനത്തെ ഞങ്ങളാരും എതിർത്തിട്ടില്ല. അതിൽ അക്രമപരമായ സമരത്തിലേക്ക് വന്നപ്പോഴാണ് അതിനെ എതിർത്തത്. ഗവർണറെ SFI പ്രവർത്തകർ കരികൊടി കാണിച്ചു. കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, SFI മാത്രമാണോ പ്രതികരിക്കേണ്ടത്? ഈ രാജ്യത്ത് BJPയെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ഊറ്റക്കൊള്ളുന്ന ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഈ കേരളത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? SFIയുടെ സമരത്തെ ക്രിമിനലുകളുടെ ഗുണ്ടകളുടെ സമരമാണെന്നല്ലേ അവരാക്ഷേപിച്ചത്? അവരേത് പക്ഷത്താണ് നിൽക്കുന്നത്? ഗവർണർ എടുത്ത തെറ്റായ നിലപാട്, കാവ്യവൽക്കരണത്തിനെതിരായിട്ടുള്ള സമീപനം, ശക്തമായ പ്രതിഷേധം ഈ കേരളത്തിൽ ഉയർന്നു വരുമ്പോൾ ആ പ്രതിഷേധത്തിന് എതിരായി കാവ്യവൽക്കരണത്തെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വത്തിൽ ചില ആളുകൾ സ്വീകരിച്ചത്. മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായ പ്രയാസപ്പെടുത്തൽ ഒരു ഭാഗത്ത്, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള വേട്ടയാടൽ മറുഭാഗത്ത്, ഈ ഒരു ഘട്ടത്തിൽ ജനങ്ങളോട് കാര്യങ്ങൾ പറയണം. അങ്ങനെ പറയാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഈ മാർച്ചിനെ ഏതെല്ലാം തരത്തിലാണ് ആക്ഷേപിച്ചത്. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിളിച്ച ഭാഷ എന്താണ്? ഞാനതൊന്നുകൂടെ വിശദീകരിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പ്രതിപക്ഷ നേതാവിനോട് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയി പറഞ്ഞതാണ്. വ്യക്തിപരമായ പരാമർശങ്ങൾ ആർക്കും നടത്താം, അത് നിങ്ങൾക്ക് മാത്രമല്ല, ഒട്ടും മോശമല്ല ഞങ്ങളാരും, പക്ഷെ ഞങ്ങൾ നടത്തത്തില്ല. ബഹുമാന്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വേദിയിലുണ്ട്. ഏതെങ്കിലും ഒരാളിനെ വ്യക്തിപരമായി ആക്ഷേപിച്ച ഒരു പരാമർശം കേട്ടിട്ടുണ്ടോ? നിയമസഭയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഈ നവകേരള സദസ്സിൽ 73-74 മണ്ഡലങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചല്ലോ. എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ നിങ്ങൾ വ്യക്തിപരമായി പറഞ്ഞു. ഒരക്ഷരം നിങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിച്ചോ? ഞങ്ങൾ ആരെങ്കിലും ആക്ഷേപിച്ചോ? വ്യക്തിപരമായ ആളുകളെ ആക്ഷേപിച്ച് ഞങ്ങളെ അങ്ങ് ഇല്ലാതാക്കാം, ഞങ്ങളെ അങ്ങ് തകർത്ത് കളയാം എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ധരിക്കുന്നത്. അവസാനിപ്പിക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞതെന്താണ്? ഞാൻ അന്നും പറഞ്ഞു പിൻവലിക്കണം, ഇപ്പോഴും ഞാൻ പറയുകയാണ്. ക്രിമിനലാണോ? ക്രിമിനൽ മനസ്സാണെന്ന് പറയുന്നതാണോ? അദ്ദേഹം ക്രിമിനലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ പറഞ്ഞ ധിക്കാരം, ആ പറഞ്ഞ ധാർഷ്ട്യം, ആ പറഞ്ഞ അഹങ്കാരം കേരള ജനത അംഗീകരിക്കില്ല എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിണറായി വിജയൻ ക്രിമിനലാണെങ്കിൽ ആ ക്രിമിനൽ 7 വർഷം ഈ സംസ്ഥാനം ഭരിച്ചു. ഇന്നലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു പത്രം ഈ കോട്ടയത്തുണ്ടല്ലോ, മലയാള മനോരമ. രാഷ്ട്രീയമായി ഞങ്ങളുടെ നിലപാടിനെതിരായിട്ട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ ഒരു സർവേ നടത്തിയല്ലോ അവരുടെ ചാനൽ. ആ സർവേയിൽ കേരളത്തിലെ 70-75% ജനങ്ങൾ പിണറായിയുടെ ഭരണമാണ് ഏറ്റവും മികച്ചത് എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാനസിക പ്രയാസം ഉണ്ടാവും. നിങ്ങളുടെ മാനസിക പ്രയാസം വ്യക്തിപരമായ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലല്ല തീർക്കേണ്ടത്. ധൈര്യമുണ്ടെങ്കിൽ രാഷ്ട്രീയമായി നിങ്ങൾ നേരിടുക. അത് മാത്രമാണോ അശ്ലീല സദസ്സ്? ഈ ലക്ഷക്കണക്കിന് ആളുകൾ, സഹോദരന്മാർ പങ്കെടുക്കുന്ന സദസ്സിൽ ഈ മന്ത്രിമാർ എത്രയോ ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ ഉടമകളാണ് ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും. ഞാൻ പ്രതിപക്ഷ നേതാവിനെ പറ്റി പറയുന്നില്ല, അങ്ങനെ ജയിലിൽ കണ്ടിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ ആർക്കും ഇരിക്കുക ഈ രാജ്യത്ത്. സതീശനൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളൊക്കെ ജയിലിൽ പോയി തല്ലുകൊണ്ട് ഗുണ്ടകള് പോലീസൊക്കെ അടിച്ച്
ഇവിടെ രാജി ഇരിപ്പുണ്ടല്ലോ, ഒരു ഫോട്ടോ കണ്ടുണ്ട് ഈ ശിവൻകുട്ടി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞങ്ങളുടെയൊക്കെ നേതാവായ പിണറായി വിജയൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും കേരളത്തിലെ പോലീസിൻ്റെയോ ഗുണ്ടകളുടെയോ ശത്രുക്കളുടെ ആക്രമണത്തിന് വിധേയരാകാത്ത ഒരാളുണ്ട് ഇതിനകത്ത്? ഞങ്ങളിതെല്ലാം നേരിട്ടല്ലേ ഈ പറയുന്ന സ്ഥാനത്തൊക്കെ എത്തി. ഞങ്ങളൊരു ദിവസം രാവിലെ മതിൽ വിളിച്ചു വന്നവരാണോ? അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളിലൂടെ വന്ന് അക്രമങ്ങൾക്ക് വിധേയമായി ഞങ്ങളൊക്കെ വളർന്നു വന്ന വഴികളിൽ ആ കാലത്ത് ചില്ലുകൊട്ടാരത്തിലിരുന്ന് നല്ല ഭക്ഷണവും കഴിച്ച് ബന്ധുക്കളോടൊപ്പം അന്തി ഉറങ്ങി ഭാര്യയോടൊപ്പം കറങ്ങിയ കേരളത്തിലെ UDF-കാർ ഞങ്ങളെ അപമാനിക്കാൻ, ആക്ഷേപിക്കാൻ, അശ്ലീല മാർച്ചാണെന്ന് പറയാൻ, മുന്നോട്ട് വരുവാൻ എന്ത് ധൈര്യമാണ് നിൽക്കുള്ളത്? ഞാൻ അതിൻ്റെ വിശദാംശം പോകല്ല. ഞാൻ ഈ വേദിയിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇരിക്കുകയാണല്ലോ, ഒന്നും മറുപടി പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ സദസ്സ് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിനെ നിങ്ങൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആക്ഷേപം നിർത്തിയിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്ന എന്താ? ഞാൻ ആ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ഞാൻ ശബരിമലയെ പറ്റി പറയാൻ കാര്യം, എൻ്റെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വന്ന് ശബരിമലയ്ക്ക് പോകുന്നത്. ചെങ്ങന്നൂർ ലക്ഷോപലക്ഷം ആളുകളാണ് വരുന്നത്. ശബരിമല തീർത്ഥാടനം എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ വരും. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ആ പ്രയാസങ്ങളിലൂടെ തന്നെ മല ചവിട്ടി അവർ അയ്യപ്പനെ ദർശിച്ച് തിരിച്ചു പോരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത ശബരിമലയുടെ മുൻ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി പറഞ്ഞ ഒരു വാക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പറയാൻ വേണ്ടിയാണ് വന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. എനിക്ക് അതിനെപ്പറ്റി അത്ര അറിയില്ല, അതിനി അന്വേഷിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ശബരിമലയിൽ ഒരു കൃത്രിമമായ ഒരു തിരക്ക് ചിലരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ ലക്ഷ്യം? കാസർഗോഡ് മഞ്ചേശ്വരത്തു നിന്ന് ആരംഭിച്ച ഈ നവകേരള സദസ്സിലെ ജനപങ്കാളിത്തം, ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ജനപങ്കാളിത്തം, ഇങ്ങ് കോട്ടയത്തേക്ക് എത്തുമ്പോൾ കോട്ടയത്തിനടുത്ത് വരുന്ന ശബരിമലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് ഒരു കൃത്രിമമായ തിരക്കുണ്ടാക്കി, ജനങ്ങളെ ഭയപ്പെടുത്തി, ആശങ്കയുണ്ടാക്കി, ശബരിമല വഴി രാഷ്ട്രീയം കളിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന ഹീനമായ ശ്രമമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്ന് ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന മുൻ മേൽശാന്തി ഇന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇത് ഗൗരവമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 2016-17 ഇതിനേക്കാൾ വലിയ തിരക്ക് ശബരിമല ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കോവിഡ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും തിരക്ക് കൂടും. ആ തിരക്ക് വന്നാൽ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഞാനൊരു കാര്യം പറയാം, എത്ര യോഗങ്ങൾ, എത്ര പരിശോധനകളാണ് ശബരിമലയെ ബന്ധപ്പെട്ട് നടത്തിയത്. എൻ്റെ മണ്ഡലത്തിൽ തന്നെ 5-6 യോഗം നടത്തി. മന്ത്രി രാധാകൃഷ്ണൻ, ഞാനടക്കം പങ്കെടുത്ത 5-6 യോഗം നടത്തി. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗം നടത്തി. എല്ലാ ക്രമീകരണങ്ങളും വരുത്തി. പക്ഷേ ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ, ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യന്റെ വികാരങ്ങളെ ഉണർത്തി രാഷ്ട്രീയം കളിക്കാൻ നിങ്ങൾ ഇറങ്ങരുത് എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പകരം വൈകാരികമായ പ്രശ്നങ്ങളെ തട്ടി ഉണർത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് UDF ശ്രമിക്കുന്നത്. അതുകൊണ്ടൊന്നും കേരളത്തിൽ UDF രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ കേരളം 7.5 വർഷക്കാലം കൊണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. ഇവിടെ നടത്തിയ വികസനങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഞാനിവിടെ വിവരിച്ചു കഴിഞ്ഞു. ആ പ്രതിസന്ധികളെയും പ്രയാസങ്ങളുടെ നടുവിൽ 23,000 കോടി രൂപ തനതു നികുതി പിരിച്ച് ഈ സംസ്ഥാനത്തെ 65 ലക്ഷം ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്ത് സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും മാറ്റിവെക്കാതെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തുകൊണ്ട് 57,000-58,000 കോടി രൂപ കേന്ദ്രവിഹിതമായി ഈ വർഷം സ്റ്റേറ്റിന് തരാനുള്ളപ്പോൾ കഴുത്തു ഞെരുക്കി കൊലപ്പെടുത്താൻ തുല്യമായ നിലയിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം.